തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 115-16 തിരുവചനം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. പുരാതന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ കാണുന്നതെന്തോ അതിനെ ആകാശം, സ്വർഗം എന്നിങ്ങനെ വ്യവഹരിച്ചിരുന്നു. ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലല്ല സ്വർഗം എന്ന സംജ്ഞ ഉപയോഗിച്ചത്. അനന്തവിസ്തൃതമായ ആകാശം അവർക്ക് തീർത്തും അപ്രാപ്യമായിരുന്നു. ഭൂമിയെ അവൻ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കുമായി നൽകി. ഭൂമിയെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ നന്മ അനുഭവിക്കുന്നതിനുമായി മനുഷ്യർക്ക് നൽകി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടെ വെളിവാകും. എന്നാൽ അത് നൽകപ്പെട്ടതാണ് എന്ന സത്യം വിസ്മരിക്കാൻ പാടില്ല. ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും ചൂഷണം ചെയ്യാനല്ല, അവ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് നൽകിയത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവയെല്ലാം ഭൂമിയിൽ നിന്നത്രേ ലഭ്യമാകുന്നത്. ഇക്കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം, അസംസ്കൃത വസ്തുക്കളുടെ അഭാവം, ചൂഷണം ഇവയെല്ലാം കൂടി ഭൂമിയെയും അതിലെ മനുഷ്യവാസത്തെയും വാസയോഗ്യമല്ലാതാക്കി വല്ലാത്ത ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു. ചെടികളും വൃക്ഷങ്ങളും ശുദ്ധവായുവും ശുദ്ധജലവും ഇല്ലെങ്കിൽ ജീവൻ തന്നെ അസാധ്യമാകും. ഒരു ദുരന്തമാണ് ഭൂവാസികളെ കാത്തിരിക്കുന്നത്. മരണമുണ്ടെന്ന് അറിയാമെങ്കിലും അത് വിസ്മരിച്ച് മനുഷ്യൻ ജീവിക്കുന്നു. എന്നതുപോലെ പ്രകൃതിയും ഭൂമിയും ഇല്ലാതായാൽ ജീവിതം അവസാനിക്കും എന്നതും മനുഷ്യൻ വിസ്മരിച്ചു പോകുന്നു. തത്കാല സുഖസൗകര്യങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ അതിനേക്കാൾ അധിക നാൾ അങ്ങനെ പുരോഗമിക്കാനാവില്ല. ഇവിടെ മറ്റൊരു സന്ദേശമുണ്ട്. ഭൂമിയെ മനുഷ്യർക്ക് നൽകിയ യഹോവ ശരിയായ അർത്ഥത്തിലുള്ള സ്വർഗവും മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യർ ധർമ്മിഷ്ഠരായി ദൈവഭയമുള്ളവരായി ജീവിച്ച് തന്നോടൊപ്പമായിരിക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നു. ആ ഉപവാസം, അതായത് കൂടെയുള്ള വാസം തന്നെയാണ് സ്വർഗീയ അനുഭവം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലം കുറഞ്ഞുമിരിക്കുന്നു. ദൈവപുത്രൻ നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നതിനാലാണ് ഈ പ്രവേശനം സുസാധ്യമായത്. അവിടുന്ന് ആകാശം ചായിച്ചിറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്നു എന്നാണ് സാരം. ഇതിൻ്റെ അർത്ഥം എത്ര പേർക്കറിയാം? നാം കണ്ണുനീരോടെ വിളിച്ചാൽ, അനുതാപത്തോടെ വിളിച്ചാൽ ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ള അവിടുത്തെ പ്രസ്താവന ഈ ആശയത്തിൻ്റെ നിദർശനമാണ്. ഭൂമിയിൽ നല്ല മനുഷ്യരായി ജീവിക്കുന്നവർക്ക് സ്വർഗവാസം സുഗമമായിരിക്കും. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അത്തരം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണത് എന്ന് കർത്താവ് തന്നെ വിശദീകരിക്കുന്നു. അവർ പിതാവാം ദൈവത്തിൻ്റെ ആശീർവാദം ലഭിക്കുന്നവരാണ്. അങ്ങനെ ഭൂവാസകാലത്ത് തന്നെ സ്വർഗാനുഭവവും ആരംഭിക്കുന്നു. ന്യായവിധിയും അങ്ങനെ തന്നെ ഇവിടെ ആരംഭിക്കുന്നു. പ്രജാതൽപരനായ രാജാവിനെ പോലെ ഭൂമിയെ പരിരക്ഷിച്ച് വേണം അതിന്മേൽ വാഴുവാൻ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാം ഉടമ ദൈവം തന്നെ. നമുക്ക് വസിക്കാനുള്ള ഇടം സ്വർഗത്തിലും ഭൂമിയിലും അവിടെ നമ്മെ നൽകിയിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ ദുരയും ആർത്തിയും മൂലം ഈ ഭൂമിയുടെ പരിശുദ്ധിയും അതിൻ്റെ തുലനാവസ്ഥയും കളങ്കപ്പെടുത്തിയാൽ നാം ഏറ്റുപറയത്തക്ക ഒരു പാപമാണെന്ന് നാം വിസ്മരിച്ചുകൂടാ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.